കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ആരെല്ലാം നമ്മെ മറന്നാലും കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഒരു നാളും മറക്കുകയില്ല. ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും അവിടുന്ന് നമ്മെ സഹായിക്കും എന്നും നാം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവമായ കർത്താവ് നമുക്ക് പ്രതിഫലം നൽകും. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നാം വിലപിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ സാഹചര്യത്തെ കർത്താവായ യേശു മധുരമുള്ളതാക്കി തീർക്കും. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് സാധിച്ചു തരും. നമ്മുടെ പ്രതികൂല സാഹചര്യത്തെ അവിടുന്ന് എടുത്തു മാറ്റും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. നമ്മെ കൈവിടാത്ത ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ പ്രതികൂലാവസ്ഥയിലും അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ കടന്നു വരും. കർത്താവിനോട് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇന്ന് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മെ മറക്കാത്ത കർത്താവായ യേശുവേ, അവിടുത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. കർത്താവായ യേശുവേ, ഏകനായി കരയുമ്പോഴും മുറിവേറ്റ ഹൃദയവുമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോഴും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം അവിടുന്ന് മാത്രമാണ്. ഞങ്ങളുടെ ദുഃഖത്തിൽ സാന്ത്വനമായി അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ ഇല്ലായ്മയിൽ സമൃദ്ധിയായി അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഓ എൻ്റെ യേശു, ആഴമായി ഹൃദയത്തിൽ മുറിവേറ്റു ഞാൻ ആരോരുമറിയാതെ കരഞ്ഞിടുമ്പോൾ. ആഴമായി ഹൃദയത്തിൽ മുറിവേറ്റു ഞാൻ ആരോരുമറിയാതെ കരഞ്ഞിടുമ്പോൾ ചാരയണഞ്ഞു സാന്ത്വനമേകി മാവോടു ചേർത്തവൻ എൻ്റെ പ്രിയൻ. ചാരയണഞ്ഞു സാന്ത്വനമേകി മാവോടു ചേർത്തവൻ എൻ്റെ പ്രിയൻ. മാവോടു ചേർത്തവൻ
എൻ്റെ പ്രിയൻ. ആമേൻ. ഹല്ലേലൂയ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ജീവിതമാകുന്ന മരുഭൂമിയിൽ കർത്താവേ, ഞങ്ങൾ തളർന്നു പോകുമ്പോൾ, ആരും ആശ്രയമില്ലാതിരിക്കുമ്പോഴും യേശുവേ, ഞങ്ങളുടെ ഏക ആശ്രയം അവിടുന്ന് മാത്രമാണ്. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഇന്ന് അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ആശ്വാസം നൽകണമേ. കർത്താവെ, സഹായിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മരുഭൂവിൽ വെയിലേറ്റു ഞാൻ ആശ്രയമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ഈ മരുഭൂവിൽ വെയിലേറ്റു ഞാൻ ആശ്രയമില്ലാതെ അലഞ്ഞിടുമ്പോൾ, കരത്തിലെടുത്തോ ആശ്വാസമേകി ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. കരത്തിലെടുത്തോ ആശ്വാസമേകി ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ ഇന്ന് സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അവിടുന്ന് ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.